BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. റോയലോ കോലാനി, തൊടുപുഴ. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള MLA-മാർക്ക് സ്വീകരണവും ഇടുക്കി ജില്ലാ വികസന മാർഗരേഖ സമർപ്പണവും നടന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് ഖേദകരമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് റോഡിൽ ഉപേക്ഷിച്ചു. ലഹരിമുക്ത അറക്കളം എന്ന ടാഗ് ലൈനോടെ അറക്കുളത്ത് ഓപ്പറേഷൻ തണ്ടറിന് തുടക്കമായി. സംസ്ഥാന ബഡ്ജറ്റ് ഇടുക്കി ജില്ലയ്ക്ക് വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ്. വാർത്തകൾ വിശദമായി. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള MLA-മാർക്ക് സ്വീകരണവും ഇടുക്കി ജില്ലാ വികസന മാർഗരേഖ സമർപ്പണവും നടന്നു. കരിമ്പൻ ബിഷപ്പ് ഹൗസിലെ ഓഡിറ്റോറിയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ സമ്മേളനം ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പും തൊടുപുഴ MLA-യുമായ അഡ്വക്കേറ്റ് അബു ജോൺ ജോസഫ്, ഇടുക്കി MLA റോയ് കെ പൗലോസ്, ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. പിന്നോക്ക ജില്ലയായ ഇടുക്കിയുടെ വികസന രംഗത്ത് പ്രത്യേകം ശ്രദ്ധ വയ്ക്കേണ്ട മേഖലകളും പദ്ധതികളും ഉൾപ്പെടുത്തിയ ഇടുക്കി ജില്ലയുടെ വികസന മാർഗരേഖ നിയമസഭാ സാമാജികർക്ക് ഭാരവാഹികൾ സമർപ്പിച്ചു. ക്രൈസ്തവ സഭാ വിശ്വാസികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി സമർപ്പിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഗവൺമെന്റിന്റെ മുമ്പിൽ സമ്മർദ്ദ ശക്തിയായി മാറാൻ MLA-മാർ പ്രതിജ്ഞാബദ്ധരാകണം. കേരളത്തിൽ അധികാരത്തിലെത്തിയ പുതിയ സർക്കാരിൽ നിന്നും മലയോര ജനങ്ങളും ന്യൂനപക്ഷ ജനവിഭാഗമായ ക്രൈസ്തവ സമുദായവും പ്രതീക്ഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഇടുക്കിയിൽ നിന്നുള്ള നിയമസഭാ സാമാജികർക്ക് വളരെ കാര്യമായ പങ്ക് നിർവഹിക്കാനാകും. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകണം. മലയോര ജനത നേരിടുന്ന ഭൂപ്രശ്നങ്ങൾ, നിർമ്മാണ നിരോധനം, സങ്കീർണമായ പട്ടയ പ്രശ്നങ്ങൾ, ഭൂനിയമ ഭേദഗതിയിലെ അപാകതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളോടൊപ്പം ആരോഗ്യ മേഖലയിലും പൊതുമരാമത്ത് മേഖലയിലും ടൂറിസം മേഖലകളിലും വളരെ മെച്ചപ്പെട്ട പ്രവർത്തനമുണ്ടാകണം. നിർമ്മാണ നിരോധനവും നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ അഭാവവും റോഡ്, ടൂറിസം മേഖലകളിലെ വികസനത്തിന് എതിര് നിൽക്കുന്ന വനം വകുപ്പിന്റെ നിഷേധാത്മകമായ സമീപനവും ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളിലെല്ലാം ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ നേടുന്നതിനും പരിഹാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും ജില്ലയിൽ നിന്നുള്ള MLA-മാർക്ക് കഴിയണമെന്നും സംഘടനാ നേതാക്കൾ MLA-മാരോട് ആവശ്യപ്പെട്ടു. സ്വീകരണ സമ്മേളനത്തിൽ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ട്രഷറർ ജോസഫ് ചാണ്ടി തേവർപ്പറമ്പിൽ, ഗ്ലോബൽ സമിതി ഭാരവാഹികളായ ജോർജ് കുട്ടി പൊന്നുകുഴി, പ്രിൻസി സിബി, യൂത്ത് കൗൺസിൽ ഗ്ലോബൽ കോർഡിനേറ്റർ ജെറിൻ ജെ പട്ടാങ്കുളം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് ഖേദകരമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കേരളത്തിന്റെ പ്രഖ്യാപിതമായ നിലപാട് തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ്. ഇതനുസരിച്ചുള്ള നിലപാട് കേരളം ആവർത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട് വിരുദ്ധമായ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ വിഷയത്തിൽ ആധികാരികമായ തീരുമാനം കൈക്കൊള്ളേണ്ടത് NDSA-യുടെ നേതൃത്വത്തിൽ ഇനി വരേണ്ടതായ നിഷ്പക്ഷ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. വസ്തുത ഇതായിരിക്കെ പുതിയ തമിഴ്നാട് സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്ന നിലപാട് അപക്വമാണ്. അതോടൊപ്പം സുരക്ഷാ പരിശോധന കഴിയുന്നതിന് മുന്നേ തന്നെ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തണമെന്ന് പറയുന്നതും നിരുത്തരവാദപരമാണെന്നും MP കട്ടപ്പനയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും, കാരണം രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു തർക്ക വിഷയമാണ് എങ്കിലും സുരക്ഷയെ കരുതിക്കൊണ്ട് കേരളം എടുത്തിരിക്കുന്ന നിലപാടാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു നിർണായകമായ സത്യമാണ്. ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് ഈ ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ അണ്ടറിലാണ്, അല്ലെങ്കിൽ അതിന് കീഴിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് 2021 പാസ്സാക്കിയതിനു ശേഷം
തർക്ക വിഷയമായിട്ടുള്ള ഡാമുകളുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള നിയന്ത്രണവും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലാണ് വരുന്നത്. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് 2022 ഉണ്ടായിട്ടുള്ള പ്രത്യേകമായ കോടതി വിധി ഈ അവസരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ആ കോടതി വിധി അനുസരിച്ച് സുപ്രീം കോടതി തന്നെ നിയോഗിച്ചിട്ടുള്ള മേൽനോട്ട സമിതി, ആ മേൽനോട്ട സമിതിയുടെ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ, സർവൈലൻസ്, അതുപോലെ ഓപ്പറേഷൻ മെയിൻ്റനൻസ്, ഇങ്ങനെ 4 കാര്യങ്ങളും മേൽനോട്ട സമിതിയുടെ നിയന്ത്രണത്തിലാണ് വരുന്നത്. അപ്പോൾ 2022 കോടതി വിധിയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് അനുസരിച്ച് ഡാം സേഫ്റ്റി അതോറിറ്റി അധികാരത്തിലെത്തുന്നുവോ ആ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലേക്ക് ഈ പറയപ്പെടുന്ന മേൽനോട്ട സമിതിയുടെ എല്ലാ അധികാരങ്ങളും ലയിപ്പിക്കപ്പെടും എന്ന് സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അനിൽ ജെയിൻ, അദ്ദേഹമാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹമായിരുന്നു, അദ്ദേഹം ഇപ്പോൾ റിട്ടയറായി. കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാമിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ടീം വന്ന് സന്ദർശിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നടക്കേണ്ടത് ഡാമിൻ്റെ സുരക്ഷാ പരിശോധന, അത് ഏറ്റവും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു നിഷ്പക്ഷ വിദഗ്ധ സമിതിയുടെ സന്ദർശനമാണ് ഇനി നടക്കാനിരിക്കുന്നത്. അപ്പോൾ അത് നടക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുൻപോട്ട് പോകുന്നതിനിടയിൽ 2 സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെയർമാനായിട്ടുള്ള അനിൽ ജെയിൻ അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ കൊണ്ടാണ് ആ സുരക്ഷാ പരിശോധന ഇപ്പോൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ശ്രീ അനിൽ ജെയിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പുതിയ ചെയർമാനായി പുതിയ ഒരാൾ അദ്ദേഹം ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്, പുതിയ ചെയർമാനായി ചുമതലക്കാരനായി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ വിദഗ്ധ നിഷ്പക്ഷ സമിതിയുടെ സന്ദർശനം നടക്കാനിരിക്കുകയാണ്. അത് നടക്കാനിരിക്കെ തമിഴ്നാട് സർക്കാർ അധികാരത്തിൽ വന്നു, പുതിയ ഗവൺമെൻറ്, ശ്രീ വിജയ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം നയപ്രഖ്യാപന പ്രസംഗം വന്നപ്പോൾ മുല്ലപ്പെരിയാറിൽ ഡാം പണിയാൻ സമ്മതിക്കില്ല, അതോടൊപ്പം തന്നെ നിലവിലുള്ള ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. ഇപ്പം 142 അടിയാണ് ഡാമിൻ്റെ ജലനിരപ്പ്, അത് 152 അടിയാക്കി ഉയർത്തുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ പെരിയാറിൻ്റെ ഇരുകരകളിലും അതിജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ആ ഒരു പരിതസ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തും എന്ന് പറയുന്ന തരത്തിലുള്ള വലിയ ഭീഷണിയോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആശങ്കാജനകമാണ് എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന 5 ജില്ലകളെ ബാധിക്കുന്ന കേരളത്തെ 2ആയി കീറിമുറിച്ചുകൊണ്ട് ഒരു മഹാദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് കേരളം 2ആയി കീറിമുറിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിധത്തിൽ വലിയ മഹാദുരന്തം പോലും ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്ന ഭവിഷ്യത്തിൽ നിൽക്കുമ്പോൾ ഈ നിലയിൽ ഇപ്പോൾ അത്യാധുനിക കാലഘട്ടമാണ്, ടെക്നോളജിയൊക്കെ ഏറ്റവും പുരോഗമിച്ച് നിൽക്കുകയാണ്. വിദഗ്ധ സമിതിയുടെ സന്ദർശനവും അതോടൊപ്പം തന്നെയുള്ള നിഷ്പക്ഷ സമിതിയുടെയൊക്കെ നിരീക്ഷണങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാതെ ഈ വിധത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി പോകുന്ന ഒരു നിലപാട് ശരിയല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അക്കാര്യത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് നിലപാട് തിരുത്തും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇക്കാര്യത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് അടിയന്തരമായി ഈ കാര്യത്തിൽ കേരളത്തോട് അനുഭാവം പറയുകയും, എന്നുവെച്ചാൽ സുരക്ഷയാണ് കേരളത്തിൻ്റെ വിഷയം. കേരളത്തിൻ്റെ മുദ്രാവാക്യം കേരളത്തിൻ്റെ സുരക്ഷ, തമിഴ്നാട് വെള്ളം എന്നുള്ളതാണ്. അപ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കുന്നതിലേക്ക് കേരള സർക്കാരിൻ്റെ നിലപാടിലേക്ക് തമിഴ്നാട് സഹകരിക്കേണ്ടതാണ് എന്നുകൂടിയുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടി പരിക്കേൽപ്പിച്ച് റോഡിൽ ഉപേക്ഷിച്ചു. പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠൻ ചികിത്സയിൽ. 3 പേർ ചേർന്ന സംഘമാണ് വെട്ടി പരിക്കേൽപ്പിച്ചത്. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണികണ്ഠന്റെ ബന്ധുക്കളും സഹോദരങ്ങളുമായ ഉടുമ്പൻചോല മാൻകുത്തിമേട് തുളസിക്കരയിൽ വീട്ടിൽ മഹേഷ്, അശ്വിൻ, കൊച്ചറ സ്വദേശി നിതീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. 3 പേർ ചേർന്ന് വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് മണികണ്ഠൻ പോലീസിനോട് പറഞ്ഞത്. ആക്രമണത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ഇടത് കൈക്കാണ് വെട്ടേറ്റത്. ഉടുമ്പൻചോലയ്ക്ക് സമീപമുള്ള ഒട്ടോത്തിയിൽ നിന്നും മണികണ്ഠനെ മാൻകുത്തിമേട്ടിലേക്ക് 3 ചേർന്ന് വിളിച്ചു വരുത്തി. തുടർന്ന് വെട്ടി പരിക്കേൽപ്പിക്കുകയും മണികണ്ഠൻ സഞ്ചരിച്ച ജീപ്പിന്റെ പിറകിൽ ഇയാളെ ഇടുകയുമായിരുന്നു. ഇതേ ജീപ്പിൽ തന്നെ തേവാരമെട്ടിന് സമീപമുള്ള ഇറക്കത്തിൽ വാഹനം ന്യൂട്രലാക്കിയ ശേഷം വാഹനം തള്ളിവിട്ടു. കൊക്കയിലേക്ക് പോകാതെ വാഹനം മരത്തിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു. രാവിലെ ഇതുവഴി വന്ന നാട്ടുകാരാണ് വാഹനാപകടം നടന്നതായി പോലീസിൽ വിളിച്ചറിയിച്ചത്. ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ആക്രമണത്തിന്റെ വിവരങ്ങൾ മനസ്സിലാവുന്നത്. ആദ്യം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ച മണികണ്ഠനെ തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു. കുടുംബപരമായ തർക്കങ്ങളാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ലഹരിമുക്ത അറക്കുളം എന്ന ടാഗ് ലൈനോടെ അറക്കുളത്ത് ഓപ്പറേഷൻ തണ്ടറിന് തുടക്കമായി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരിക്കെതിരെ നടത്തുന്ന പരിപാടി
അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയിൽ നടന്ന വായനാ വാരാചരണത്തിൽ തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സിവിൽ എക്സൈസ് ഓഫീസർ ടിറ്റോ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഫ്രാൻസിസ് കരിമ്പാനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അറക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സിവിൽ എക്സൈസ് ഓഫീസർ ടിറ്റോ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു 9.5 മാസക്കാലത്തെ വേദനയുടെ അനുഭവം ചോദിച്ചിട്ടുണ്ടോ അമ്മയുടെ? അതിൽ എത്ര രാത്രികളിൽ നിന്ന് ഉറങ്ങാൻ പറ്റാതെ, ഒരു ആഹാരം കഴിക്കാൻ പറ്റാതെ, ഒന്ന് ഉറങ്ങാൻ തിരിഞ്ഞു പറഞ്ഞ് കിടന്നിട്ടുണ്ടാവും. നിങ്ങൾ വൈകുന്ന എത്ര ദിവസങ്ങളിൽ നിങ്ങൾ അച്ഛൻ നിങ്ങൾ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ടാവും അമ്മയുടെ കാല് തിരുമ്പി കൊടുക്കാനോ, അവർ രണ്ടുപേരും ഉറങ്ങാൻ എത്ര ദിവസം ഇരുന്നിട്ടുണ്ടാവും. എത്ര രാത്രികളിൽ നിങ്ങൾക്ക് ഒരു പനി വന്നപ്പോൾ നിങ്ങൾ എടുത്ത് ഓടിയിട്ടുണ്ടാവും. എത്ര ദിവസം നിങ്ങൾ വീണപ്പോൾ നിങ്ങൾ ചുറ്റും കരഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എടുത്ത് നടന്നിട്ടുണ്ടാവും. അതാണ് അമ്മ. അതിന്റെ അടയാളമായിട്ടാണ് ദൈവം നമ്മുടെ ശരീരത്തിൽ പാവം ചെയ്യുന്നത്. എന്താണ്? മുക്കിൽ പൊടി. എന്തിനു വേണ്ടിയാണ് വെച്ചേക്കുന്നത് അവിടെ? അത് കാണുമ്പോൾ ആരെ ഓർക്കണം? കാരണം 9.5 മാസക്കാലം നിങ്ങൾ ആഹാരം കഴിച്ച് സ്ഥലം അതിലേക്കാ. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഇത് പറയാൻ കാര്യം, ഒരുപാട് അമ്മമാര് എന്നെ വിളിച്ച് കരയാറുണ്ട്. സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, ക്ലാസ് കഴിഞ്ഞ് പല അച്ഛന്മാരെ അമ്മമാരും സാറേ എന്റെ മോനോട് സാറെന്ന് പറയാവോ? ഞാൻ പറഞ്ഞാൽ അവൻ എനിക്ക് മോനെ പേടിയാണ്. നിങ്ങളുടെ പേരൻസ് പേടിക്കേണ്ട അവസരത്തിൽ മകളെ ആ ഇടി ആ ചെറുപ്പക്കാരനായിട്ട് ഒരു 17 വർഷം മുമ്പ് കിട്ടിയിരുന്ന അവൻ ജീവനോട് ഭൂമിയിലേക്ക് വരുമായിരുന്നോ? അവരനുഭവിച്ച വേദനയാണ് മക്കളെ നിങ്ങൾ ഓരോരുത്തരും. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ അച്ഛനമ്മയും കാണുന്ന സ്വപ്നങ്ങളാണ് എന്നെ വിളിക്കുന്നത്. ആ സ്വപ്നങ്ങൾ ഇല്ലാതാക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പേരൻസിനെ അത് റെസ്പെക്ട് ചെയ്യും. നിങ്ങൾ ഒരു തലമുറ ഉണ്ടായിരുന്നു ഇവരോടൊക്കെ ചോദിച്ചറിയാം. അതായത് എന്റെ വീട്ടിലൊക്കെ അച്ഛനോ അമ്മയോ ഒക്കെ വീട്ടിൽ അച്ഛൻ വീട്ടിലോട് കയറി കഴിഞ്ഞാൽ എഴുന്നേറ്റ് കയറും. നമ്മൾ എത്ര പേരെ ചെയ്യാറുണ്ട്? സ്വന്തം അച്ഛൻ വീട്ടിലോട് വരുമ്പോൾ എഴുന്നേറ്റ് എത്ര പേരുണ്ട്? തലേ ഫോണിൽ പോകുന്നത് നോക്കി നോക്കും അല്ലേ? അതാണ് ഇന്നത്തെ റെസ്പെക്ട്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഫ്രാൻസിസ് കരിമ്പാനി ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം കുട്ടികളുടെ കലാപരിപാടികളും പുസ്തക പ്രദർശനവും നടന്നു. ജയ്ഹിന്ദ് ലൈബ്രറി സെക്രട്ടറി KT മോഹനൻ യോഗത്തിൽ അധ്യക്ഷനായി. മുൻ അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബ്രിജിത്ത് സിറിയക് മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയർഡ് അധ്യാപിക കൊച്ചുറാണി ജോയ് കുട്ടികൾക്ക് ജീവിത വിജയത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ AN മോഹനൻ, G മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ SN സുഭാഷ്, S ശ്രീവത്സലൻ, ബിജു ജോർജ്, അനിത സജീവ്, ആര്യ മനു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അറക്കുളം. സംസ്ഥാന ബഡ്ജറ്റിൽ ഇടുക്കി ജില്ലയ്ക്ക് വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ്. മുൻപെങ്ങുമില്ലാത്ത വിധം പ്രഖ്യാപനത്തിനപ്പുറം നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലെ ഓരോ പരാമർശവുമെന്നും അവയെല്ലാം സമയബന്ധിതമായി നടപ്പാക്കാൻ മുൻകൈയെടുക്കുമെന്നും MLA പറഞ്ഞു. പതിറ്റാണ്ടുകളായി മലയോര ജനത നേരിടുന്ന ഭൂപ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ടാകും. CHR ഉൾപ്പെടെ പട്ടയ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണുമെന്ന സർക്കാർ ബഡ്ജറ്റിലെ പ്രഖ്യാപനം ജില്ലയിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തിൽ വർഷങ്ങളായി തുടരുന്ന നിസ്സംഗത അവസാനിപ്പിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വേഗത്തിലാക്കാനുള്ള നടപടികളുണ്ടാകും. ജില്ലയുടെ ഭാവി പ്രതീക്ഷ എന്ന നിലയിൽ വിനോദസഞ്ചാര മേഖലയ്ക്കും വേണ്ട പരിഗണന ലഭിച്ചിട്ടുണ്ട്. ഇടുക്കി പാക്കേജ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപിത പദ്ധതികളിൽ വേണ്ടത്ര ഇടപെടൽ നടത്തിക്കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ട ഇടപെടൽ ഉണ്ടാകുമെന്നും റോയ് കെ പൗലോസ് MLA വ്യക്തമാക്കി. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, ജീവനക്കാരുടെ കുറവ്, ഉള്ള ജീവനക്കാർ അവിടെ ഒരു നേരായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം, ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുറവുകൾ, അങ്ങനെ ഒരുപാട് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് ഒരു തരത്തിലും യോജിക്കാത്ത തരത്തിലുള്ള സംഗതികളാണ് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിവരം നമ്മൾ മറ്റേ ആരോഗ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ നേരത്തെ തന്നെ ധരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിക്ക് മാത്രമല്ല, ഇടുക്കി, കാസർഗോഡ്, മഞ്ചേരി തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് ഒരു 100 കോടി രൂപയുടെ അലോട്ട്മെൻറ്റ്, അതുപോലെ തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി തുടങ്ങാനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കൊടുക്കുന്ന പട്ടയങ്ങളിൽ LDF ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ ഭേദഗതി റദ്ദ് ചെയ്യും. ഈ പറഞ്ഞ ക്രമവൽക്കരണത്തിൽ ഓരോരോ സ്ലാബ് തിരിച്ച് ഫീസ് വേണമെന്നുള്ള പറയുന്നത് അതൊരു ഉപാധികളുമില്ലാതെ തന്നെ ഉപാധിരഹിത പട്ടയമായിട്ട് തന്നെയായിരിക്കും പട്ടയങ്ങൾ ഇനി കൊടുക്കുക. രണ്ടാമത്തെ കാര്യമത്. പിന്നെ 3, ഇത് സംബന്ധിച്ചുള്ള CHR മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം. സുപ്രീം കോടതിയിൽ 2024 ഒക്ടോബർ 24 സുപ്രീം കോടതി CHR മേഖലയിൽ പട്ടയം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റേ ഇരിക്കുകയാണ്. അപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞു. 1.5 വർഷമായിട്ടും CHR മേഖലയിലെ പട്ടയ വിതരണ നടപടികൾക്ക് തടസ്സമായി നിൽക്കുന്ന സുപ്രീം കോടതി വിധി ഒരു അഫിഡവിറ്റ് കൊടുത്തതൊന്ന് പിൻവലിപ്പിക്കാനോ ആ സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്യാനുള്ള നടപടി അധികാരമായിട്ട് ഒഴിയുന്ന സമയം വരെ അവർ ചെയ്തിട്ടില്ല.
അപ്പോൾ ഈ ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ആ CHR മേഖലയിലെ സ്റ്റേ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കും. അവിടെ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച ഇതിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് അനുസരിച്ച് നിൽക്കുന്ന സർക്കാർ വക്കീലന്മാരെ നിയോഗിച്ച് ഈ പറയുന്ന തടസ്സവാദങ്ങൾ മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനിച്ചിട്ടുള്ളത്. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് MLA ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് MK പുരുഷോത്തമൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, മുസ്ലിം ലീഗ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് MK നവാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികളെ ആദരിക്കുന്ന പരിപാടിയാണ് കട്ടപ്പന CSC ഗാർഡനിൽ സംഘടിപ്പിച്ചത്. ഡീൻ കുര്യാക്കോസ് MP പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. കഴിഞ്ഞ പതിറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചും ഒക്കെയും ഏറ്റവും സ്തുത്യർഹമായ സേവനമാണ് ഈ ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരോട് ഒത്തുചേർന്നുകൊണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ കൈത്താങ്ങായി നിന്നുകൊണ്ട് കാർഷിക വ്യാപാര മേഖലയുടെയൊക്കെ തന്നെ വലിയ നേട്ടത്തിന് വേണ്ടി വളരെ മികച്ച പ്രവർത്തനം നടത്തുന്ന ബാങ്കിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവിടെ SSLC +2 വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ ഭാവി പ്രതീക്ഷയാണ്. ഭാവി പ്രതീക്ഷ എന്നത് അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പരിമിതികളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയുള്ള ഒരു പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ധാരാളമായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ഇടുക്കി ഇന്ന് മുന്നേറുകയാണ്. ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി യോഗത്തിൽ അധ്യക്ഷനായി. പരിമിതികളെ അതിജീവിച്ച് +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ എസ്തർ മരിയ ടോമിക്ക് ആദ്യ ഉപഹാരം നൽകിയാണ് പുരസ്കാര വിതരണം ആരംഭിച്ചത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ, മറ്റ് ബോർഡ് മെമ്പർമാർ, സെക്രട്ടറി റോബിൻസ് ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAയ്ക്കും ഇടുക്കി MLA റോയ് കെ പൗലോസിനും സ്വീകരണം നൽകി. 12 സീറ്റിൽ മത്സരിച്ച് ഒന്നുപോലും ലഭിക്കാതെ ഒരു കൂട്ടം നിലം പൊത്തിയപ്പോൾ യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്നും യഥാർത്ഥ നേതാവ് ആരാണെന്നും ജനങ്ങൾ മനസ്സിലാക്കിയെന്നും സ്വീകരണത്തിന് മറുപടിയായി അബു ജോൺ ജോസഫ് പറഞ്ഞു. കേരള സർക്കാർ ചീഫ് വിപ്പായി ചുമതലയേറ്റ അബു ജോൺ ജോസഫ് MLAയ്ക്കും ഇടുക്കി MLA റോയ് കെ പൗലോസിനുമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവേശോജ്വലമായി സ്വീകരണമൊരുക്കിയത്. ചെറുതോണിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ എതിർ വിഭാഗത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് അബു ജോൺ ജോസഫ് ഉന്നയിച്ചത്. എതിരാളികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കടന്നുകയറി ഉജ്ജ്വല വിജയം സ്വന്തമാക്കാൻ പാർട്ടിക്ക് സാധിച്ചതായി MLA വ്യക്തമാക്കി. 5 വർഷക്കാലം കർഷകന്റെ പാർട്ടിയാണ് എന്നും പറഞ്ഞൊരു ഭരണകൂടത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഇടുക്കി ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിലെ ചെറുവിരൽ പോലും അനക്കാതെ ഒരു മേഖലയിലെ ഒരു വിഷയത്തിൽ ഇടപെടാം 250 രൂപ വാഗ്ദാനം ചെയ്ത കർഷകർക്ക് റബ്ബറിന്റെ കാര്യത്തിന് ഒരക്ഷരം പോലും ആ മുന്നണിയിലോ ആ മുന്നണി സംവിധാനത്തിലുണ്ടായ നിയമസഭയിലെ ഒരിയാളാണ് കർഷകർക്ക് പുറംതിരിഞ്ഞു നിന്നപ്പോ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ 12 സീറ്റിൽ ഒന്നുപോലും ജയിക്കാതെ ഒരു കൂട്ടം നിലം പൊതിയപ്പോ 8 സീറ്റിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് കൊടുത്ത് വിട്ട 2 സീറ്റ് അത് ഉൾപ്പെടെയുള്ള ഈ 10ൽ നമുക്ക് 9 സീറ്റിൽ നമുക്ക് ക്ലെയിം വെക്കാവുന്ന 8 സീറ്റില് 7 സീറ്റിൽ ജയിച്ച് യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്നും യഥാർത്ഥ കേരള കോൺഗ്രസ് നേതാവ് ആരാണെന്നും ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഉജ്ജ്വല വിജയം
ശക്തി കേന്ദ്രമെന്ന് എതിർഭാഗം പറയുന്ന അടുത്തിരുത്തി നിയോജക മണ്ഡലത്തിൽ പോലും 32,300 വോട്ടിന്റെ ഭൂരിപക്ഷം വാങ്ങി ഈ 7 നിയോജക മണ്ഡലങ്ങളിലും ഉജ്ജ്വലമായ വിജയം നേടി കേരള കോൺഗ്രസ് പാർട്ടി ജൈത്രയാത്ര തുടങ്ങും. സ്വീകരണ സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ പ്രവർത്തകർക്ക് പാർട്ടി മെമ്പർഷിപ്പും വിതരണം ചെയ്തു. ജില്ലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ജോസഫ് ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയ് കൊച്ചുകരോട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം തോമസ് പെരുമന മുഖ്യപ്രഭാഷണം നടത്തി. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, MJ കുര്യൻ, സംസ്ഥാന സെക്രട്ടറിമാരായ M മോനിച്ചൻ, ബെന്നി പുതുപ്പള്ളി തുടങ്ങി നിരവധി നേതാക്കൾ ആശംസകൾ അർപ്പിച്ചു. വൻ പ്രവർത്തക പങ്കാളിത്തമാണ് സ്വീകരണ പരിപാടിയിലുണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടവെട്ടി സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിലെ കുട്ടികൾ ഇടവെട്ടി പ്രണവൻ ലൈബ്രറി സന്ദർശിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ മിനി ശ്രീകുമാർ, അധ്യാപികമാരായ ബിനി TK, രതി PR, ഷീജ, ആരതി, ശ്രീദേവി, സുധി രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി തൊടുപുഴ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വിലക്കുറവിന്റെ പൂരം, അതും നമ്മുടെ തൊടുപുഴയിലും. ഒലിവ് പൂരം 2026. ഈ ഓഫറിൽ വരുന്ന ആദ്യത്തെ ഐറ്റം വെറും 13,900 രൂപയ്ക്ക് ക്യൂൻ സൈസ് കോട്ടൺ മാട്രസ്. മഹാഗണി വുഡില് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 6 ചെയറും 24,900. 5x3 സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 11,900. ഈ കാണുന്ന 3 ഡോർ ബെഡ്റൂം പാക്കേജ് 26,900. ഈ കാണുന്ന പ്രീമിയം ലാമിനേറ്റഡ് ബെഡ്റൂം പാക്കേജ് 35,900. വെറും 16,900 ഈ കാണുന്ന 6 സീറ്റർ കോർണർ സോഫ. 1 ലക്ഷം രൂപ വില വരുന്ന ഈ പ്രീമിയം സോഫയൊക്കെ വെറും 47,000 രൂപ. ഈ കാണുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ വെറും 35,500. 85,000 റേഞ്ചിൽ വരുന്ന ഈ കോർണർ സോഫയ്ക്ക് വെറും 35,000. ഈ കാണുന്ന 3+1 സോഫാസിന് വെറും 29,900. ഈ ഓഫർ എല്ലാം ഒലിവ് ഫർണിച്ചറിന്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഓഫർ ആരും മിസ്സാക്കണ്ട. തൊടുപുഴയുള്ള നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശം ഒലിവ് ഫർണിച്ചർ. വാർത്തകൾ തുടരുന്നു. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് തൊടുപുഴ സെന്ററിന്റെ നേതൃത്വത്തിൽ വിപുലമായ യോഗാ ദിനാചരണവും പ്രത്യേക യോഗാഭ്യാസ ക്ലാസും സംഘടിപ്പിച്ചു.
മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകനായ സലീഷ് കുമാർ, അനന്തകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകനായ സലീഷ് കുമാർ, അനന്തകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ നേതൃത്വം നൽകി. പങ്കെടുത്തവർക്കായി യോഗ, പ്രാണായാമം, ധ്യാനം എന്നിവയ്ക്ക് പ്രത്യേക നേതൃത്വം നൽകുകയും ചെയ്തു. നിത്യജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ അകറ്റി നിർത്തി പോസിറ്റീവ് ഊർജ്ജം നിലനിർത്താൻ യോഗ എത്രത്തോളം സഹായകരമാണെന്ന് അവർ വിശദീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് വില്ലേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ചിത്രഗോപാൽ, ട്രഷറർ ചന്ദ്രശേഖരൻ, മുൻ ജില്ലാ സെക്രട്ടറി TD മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും പരിപാടികൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. ആഗോളതലത്തിൽ യോഗാ ദിനാചരണം തുടങ്ങി 12 വർഷം പിന്നിടുമ്പോൾ ലോകമെമ്പാടും യോഗയ്ക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയെക്കുറിച്ചും ഈ 12ാം വാർഷിക വേളയിൽ യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചടങ്ങിൽ പങ്കെടുത്ത അധ്യാപകർ സൂചിപ്പിച്ചു. സെന്ററിലെ നിരവധി അംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. വെള്ളാരങ്കല്ല് PUP സ്കൂളിൽ ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെറീഷ് J. ഏഴാനിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, ബാബു മനയ്ക്കപ്പറമ്പിൽ, VT സനിമോൻ, സൂസമ പോൾ, റാണി ബേബി, റെജീന ജോബി, നീതു അനിൽ, സെക്രട്ടറി KT മാത്യു, മരുതൂർ PUP സ്കൂൾ പ്രധാനാധ്യാപിക ജിഷ മെറിൻ ജോസ്, വെള്ളാരങ്കല് PUP സ്കൂൾ പ്രധാനാധ്യാപിക ലിൻസി ജോൺ, മണിയന്ത്രം ഗവൺമെന്റ് LP സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് KH സഹല തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാരങ്കല്ല് PUP സ്കൂളിൽ ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. പദ്ധതിയുടെ ഉദ്ഘാടനം കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ് വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് പത്രം നൽകി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെറീഷ് J. ഏഴാനിക്കാട്ട് യോഗത്തിൽ അധ്യക്ഷനായി. കല്ലൂർക്കാട് പഞ്ചായത്തിലെ 3 സ്കൂളുകളിലേക്കായി പ്രൊഫസർ ജോസ് അഗസ്റ്റിനും കല്ലൂർക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കും കല്ലൂർക്കാട് മർച്ചന്റ്സ് അസോസിയേഷനുമാണ് പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 1964 ചട്ടമനുസരിച്ച് വിതരണം ചെയ്ത പട്ടയഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും ഉപാധിരഹിതമായി ക്രമവൽക്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച കൂച്ചുവിലങ്ങ് എടുത്തു കളയുവാൻ ഇതിലൂടെ സാധിച്ചതായും ജോയി വെട്ടിക്കുഴി ചൂണ്ടിക്കാട്ടി. ഹൈറേഞ്ച് മേഖലയിൽ 1964 ചട്ടമനുസരിച്ച് വിതരണം ചെയ്ത പട്ടയഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളും ഉപാധിരഹിതമായി ക്രമവൽക്കരിക്കുമെന്ന മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ പ്രസ്താവന ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. 2019 ഓഗസ്റ്റ് മാസം 22-ാം തീയതി അകാരണമായി ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന കെട്ടിട നിർമ്മാണ നിരോധനം, അതിനുശേഷം അവർ ഫീസ് ഈടാക്കി അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതി, ഇവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ജില്ലകളിലെ ആളുകൾക്ക് ലഭിക്കുന്ന അതേ സ്വാതന്ത്ര്യവും അവകാശവും ഇടുക്കി ജില്ലയിലെ ആളുകൾക്കും ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ബഡ്ജറ്റിലൂടെ നിന്ന് എല്ലാ നിർമ്മാണങ്ങളും ഉപാധിരഹിതമായി ക്രമവൽക്കരിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷ മുന്നണി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച എടുത്തു കളയുന്നതിന് അതിലൂടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. മുഖ്യമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, കോടതികളിൽ പെൻഡിങ്ങായി നിൽക്കുന്ന ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട കേസുകൾ അവിടെ കൃഷിക്കാർക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തും. ഇത്രയും നാളും ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടന്നിരുന്നത് എങ്കിൽ UDF ഗവൺമെന്റ് നടത്തുന്നത് ജനങ്ങൾക്കും കൃഷിക്കാർക്കും അനുകൂലമായ നീക്കമായിരിക്കും കോടതിയിൽ നടത്താൻ പോകുന്നത്. CHR ഭൂമി അത് റവന്യൂ ഭൂമിയാണ് എന്ന് സുപ്രീം കോടതിയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് തീർപ്പുണ്ടാക്കും എന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ഏലത്തോട്ടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾ അത് നിയമപരമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് നിയമവിരുദ്ധമാണ് എന്നാണ് LDF ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അത് നിയമപരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നിയമപരമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകുമെന്ന് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ജില്ലയിലെ ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉപാധിരഹിത പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അത് ഈ കഴിഞ്ഞ കുറേ കാലമായി ഭൂപ്രശ്നം മൂലം നട്ടം തിരിഞ്ഞുകൊണ്ടിരുന്ന ഹൈറേഞ്ച് ജനത
ഈ ഭൂപ്രശ്നം മൂലം പലപ്പോഴും ഈ ജില്ല വിട്ടുപോകാൻ പോലും നിർബന്ധിതമായ ഇടുക്കി ജില്ലയിലെ ജനത അവർക്ക് ഒരു പുതിയ പ്രതീക്ഷ ഈ പ്രഖ്യാപനത്തിലൂടെ ആ മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ഇടുക്കി ജില്ലയിൽ അത് ടൂറിസത്തിന് വലിയ കരുത്തേറും. കൃഷിക്കാർക്ക് റബ്ബറിന് 250 രൂപ തറവില കൊടുക്കുമെന്നുള്ളത് റബ്ബർ കർഷകർക്ക് അത് അവർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പ്രഖ്യാപനമാണ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതോടൊപ്പം തന്നെ വൺ കേരള കരുതൽ പദ്ധതി, ഇവയെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേക പദ്ധതികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അതിൻ്റെ വികസനത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഹൈറേഞ്ച് മേഖലയ്ക്ക് വളരെ ആശ്വാസമാണ്. കാരണം എല്ലാ ചികിത്സയ്ക്കും വേണ്ടി നമ്മൾ കോട്ടയത്തേക്ക് പോകേണ്ട ആ ഒരു സ്ഥിതിക്ക് മാറ്റമുണ്ടാകുന്നതിന് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വിപ്ലവകരമായ നിരവധിയായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റ് കേരളത്തിന് പൊതുവെയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. SNDP 2219 നമ്പർ കാഞ്ചിയാർ ശാഖായോഗത്തിൽ ബാലവേദിയുടെ പ്രവേശനോത്സവം നടന്നു. മലനാട് SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു S. സോമൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. 2219 നമ്പർ SNDP കാഞ്ചിയാർ ശാഖയിലെ ഈ വർഷത്തെ ബാലവേദി പ്രവേശനോത്സവമാണ് നടന്നത്. ശാഖയുടെ ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത്. പ്രവേശനോത്സവ പരിപാടിയിലേക്ക് എത്തിയ കുട്ടികൾക്ക് മധുരം നൽകിയാണ് സ്വീകരിച്ചത്. ശാഖാ പ്രസിഡന്റ് CD ധനുന്ദ്രൻ വൈദ്യർ അധ്യക്ഷനായിരുന്നു. SNDP യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു S. സോമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഹായത്തിന്റെ പ്രവർത്തനത്തിന് എല്ലാ പരിപാടിയും പോലെ തുല്യമായ പ്രാധാന്യം നൽകിയ ഒരു പരിപാടിയാണ് ബാലജന യോഗത്തിൻ്റെ പ്രവേശനോത്സവം. കാരണം ഇത് കൊടുക്കേണ്ടത് ശരിക്കും അടുത്തൊരു തലമുറയിലാണ് എന്നതുകൊണ്ട് തന്നെ നല്ല തലമുറയെ വാർത്തെടുക്കുവാനും ദിശാബോധമുള്ള ഒരു തലമുറ ഉണ്ടാകുവാനും മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുവാനും ശ്രീനാരായണ ദർശനം പ്രചരിപ്പിക്കുവാനും ആ ഒരു തലത്തിൽ നമ്മുടെ മക്കളെ പ്രാപ്തമാക്കുക, പൊതുസമൂഹത്തെ പ്രാപ്തമാക്കുക എന്നാണ് ലക്ഷ്യം. ഗുരു എന്ന് പറയുന്നത് അറിവാണ്. നമ്മളിവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചോ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, എല്ലാം അറിവാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര എന്ന് പറയുന്നത്. അപ്പം ആ അറിവിനെ ആണ് കണ്ടെത്തുകയും നമ്മുടെ ഉള്ളിലെ അന്ധകാരം മാറ്റുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ പഠനങ്ങൾ ആവശ്യമാണ്. ആ പഠനങ്ങൾ ലഭിക്കുന്നത് ബാലജന യോഗത്തിൻ്റെ ക്ലാസ്സുകളിലൂടെ മാത്രമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശാഖാ സെക്രട്ടറി NV രാജു നിവർത്തിയിൽ, യൂണിയൻ കമ്മിറ്റി അംഗം പ്രദീപ് അർഞ്ഞനാൽ, പ്രകാശ് പരുത്തുംപാറ, വിജയമ്മ ഷാജി, PTA പ്രസിഡന്റ് സജി, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ദേവദാസ്, കുമാരി സംഘം പ്രസിഡന്റ് നവ്യ മോഹനൻ, ശാഖാ വൈസ് പ്രസിഡന്റ് സുനോയ് KA എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള MLA-മാർക്ക് സ്വീകരണവും ഇടുക്കി ജില്ലാ വികസന മാർഗരേഖ സമർപ്പണവും നടന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല എന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് ഖേദകരമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് റോഡിൽ ഉപേക്ഷിച്ചു. ലഹരിമുക്ത അറക്കുളം എന്ന ടാഗ് ലൈനോടെ അറക്കുളത്ത് ഓപ്പറേഷൻ തണ്ടറിന് തുടക്കമായി. സംസ്ഥാന ബഡ്ജറ്റ് ഇടുക്കി ജില്ലയ്ക്ക് വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി MLA റോയ് കെ പൗലോസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.